പയ്യന്നൂർ ഏറ്റുകുടുക്കയിലെ ബി.എൽ.ഒ. അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സിപിഎമ്മിന്റെ ഭീഷണിയാണെന്ന് ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമായി അനീഷ് സംസാരിക്കുന്ന ഓഡിയോ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തെളിവായി ചൂണ്ടിക്കാണിച്ചു. സാധാരണയായി പലരും കരുതും പോലെ ജോലി സമ്മർദ്ദം കൊണ്ടല്ല അനീഷ് ആത്മഹത്യ ചെയ്തത്. മറിച്ച് സിപിഎമ്മിന്റെ ഭീഷണിയുടെ സമ്മർദ്ദം കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ ഭീഷണിയും സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ വ്യക്തമാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലാണ് ബി.എൽ.ഒ. പ്രവർത്തിക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പിൽ കോൺഗ്രസിന് ഒരു മെമ്പർ പോലുമില്ല എന്നോർക്കണം. അവിടെ നോമിനേഷൻ കൊടുക്കാൻ സാധാരണ കോൺഗ്രസുകാരെ അനുവദിക്കാറില്ല. അവിടെ അനധികൃത വോട്ട് ചേർക്കാനും തള്ളിക്കാനുമൊക്കെയുള്ള കടുത്ത സമ്മർദ്ദം സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കളിൽ നിന്നും അനീഷിന് ഉണ്ടായിട്ടുണ്ട്. സിപിഎം പറയുന്നത് പോലെ വോട്ട് ചേർത്താൽ പിന്നീട് കുടുങ്ങുന്നത് ബി.എൽ.ഒ. ആയിരിക്കും. ആ സമ്മർദ്ദം അനീഷിനുണ്ടായിരുന്നു. ബി.എൽ.ഒവിനൊപ്പം പോകുന്നത് ബി.എൽ.എമാരല്ല, മറിച്ച് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അവരുടെ ഇടപെടലാണ് അനീഷിനെ സമ്മർദ്ദത്തിലും ഭയത്തിലുമാക്കിയത്. മരണത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം വേണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. നിങ്ങൾക്ക് കാങ്കോൽ ആലപ്പടമ്പ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സിപിഎമ്മിന് അതിപ്രസരമുള്ള ഒരു പഞ്ചായത്താണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിൽ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ ഫോം കയറിക്കളയുന്ന ഒരു പഞ്ചായത്ത്. അവിടെ ബി.എൽ.ഒമാരെ സ്വാധീനിച്ചുകൊണ്ട് ബി.എൽ.എമാരെ നിയന്ത്രിച്ചുകൊണ്ട് സിപിഎമ്മിൻ്റെ നേതൃത്വം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല, ഞങ്ങൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ സിപിഎംകാർ ബി.എൽ.ഒമാരെ സ്വാധീനിച്ചുകൊണ്ട് കള്ള വോട്ടുകൾ നിർബാധമായി കള്ള വോട്ടുകൾ ചേർക്കുന്നു. അതിന് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഈ പറയുന്ന ബി.എൽ.ഒനെ സിപിഎംകാർ ഭീഷണിപ്പെടുത്തി. സാധാരണ ബി.എൽ.ഒമാർ ബൂത്ത് ലെവൽ ഏജന്റുമാരെയും കൂട്ടിയാണ് പോകേണ്ടത്. എന്നാൽ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ വൈശാഖിനോട് തൽക്കാലം കൂടെ വരണ്ട എന്ന് ഫോണിലൂടെ അനീഷ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാമെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത് ആരാ എതിർപ്പാക്കുന്നത്? ഭയങ്കര പ്രശ്നമുണ്ട്. അവര് തടയുന്നെല്ലാം പറയുന്നുണ്ട്. ആരോട് പറയുന്നത്? പിന്നെ പറയാ. അതെ, അല്ല അത് ശരിയല്ലല്ലോ. ഞാൻ ബി.എൽ.എ, നിങ്ങൾ ബി.എൽ.ഒ അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് പോകുമ്പോ എന്നെ വിളിക്കട്ടെ, നിങ്ങൾ ഇടമല്ലേ? അതാ നീ അത് ഇതാക്കണ്ട, ഇത് നമ്മളെല്ലാം നടക്കണ്ടേ? അല്ല അത് ശരിയല്ലല്ലോ. അവര് എന്തെല്ലോ പറയുന്നുണ്ട്. എന്നാന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാലേ പിന്നെ പറയാം. നേരിട്ട് പറയാം. അപ്പൊ നിങ്ങൾ പോകുന്നില്ലെന്ന്? വൈശാഖിനെ കൂടെ വിളിക്കരുതെന്ന് സിപിഎമ്മിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് റസാഖാണ് പറഞ്ഞതെന്നും അനീഷ് പറയുന്നുണ്ട്. അല്ല നീ അത് ഇത് പറയാ, അവര് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടത് തടിയും ഭയങ്കര കുഴപ്പാക്കും, പിന്നെ ഇതാക്കും എന്നല്ല അവര് പറയുന്നത്. നിങ്ങള് മോള് കംപ്ലൈന്റ് ചെയ്യും, നമ്മള് പണിയെടുക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞോ. പിന്നെ മറ്റേത് ഞാൻ പറയാം, എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല, നിങ്ങളോടല്ലേ പറയുന്നല്ലോ. എന്നോട് റഫീഖ് വൈശാഖ നീ വരണ്ട, നിന്നെ തടയുന്നോ പറയൂല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അവനോട് പറഞ്ഞോളൂ. നിങ്ങളല്ലേ വിളിച്ച് പറയുന്നത്, നമ്മ തടയുന്നില്ല ഇതിൽ നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാണ്ട്, പിന്നെ ബി.എൽ.എമാരെ കൂട്ടി നടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട് രീതിയിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാനല്ല കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് റഫീഖ് നീ പൈസ നീ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത്. ഞാൻ അപ്പൊ അത് നിങ്ങൾക്കല്ലേ പ്രശ്നമാവുകയാണ്. പ്രശ്നമല്ല, വേറെ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞോളാം, എന്തെങ്കിലും പറഞ്ഞോളാം. എന്നാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അവര് പിന്നെ നിങ്ങളായി അങ്ങനെ പറയാം. പ്രശ്നമില്ല. നമ്മള് പിന്നെ എഴുതായി പിന്നെ ഒരു ഇത് നിൽക്കാൻ കഴിയില്ല, അവരുടെ ഏരിയല്ലേ. പിന്നെ അവര് പിന്നെ
ഞാൻ ഒരു മിനിറ്റ് ഞങ്ങൾ വിളിക്കാം, 5 മിനിറ്റ്. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് CPM വ്യക്തമാക്കണമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.